ഹലോ, നല്ല നമസ്കാരം. സീതാ പയനം തെലുങ്ക് സിനിമയാണ്. അർജുൻ സർജ രചനയും സംവിധാനം നിർവഹിച്ച് അദ്ദേഹത്തിൻ്റെ മകൾ ഐശ്വര്യയും കന്നഡ താരം ഉപേന്ദ്രയുടെ അനന്തരവനോ അങ്ങനെ ബന്ധുവാക്കാണ് നിരഞ്ജൻ ഇവരുടെ അരങ്ങേറ്റ ചിത്രം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു കിട്ടില്ലം ഫീൽ ഗുഡ് ലവ് സ്റ്റോറി എന്ന് പറയാം. ഫാന്റാസ്റ്റിക്. ഒരു റോഡ് ഷോ പോലെയാണ് ആദ്യം തുടങ്ങുന്നത്, പിന്നെ അങ്ങോട്ട് കഥ മൊത്തത്തിൽ മാറുകയാണ്. ഓക്കെ, ഇതിൻ്റെ പ്ലോട്ട് നോക്കിയാൽ സീത എന്ന് പറയുന്ന അഭിലാഷിയായിട്ടുള്ള ഷെഫ് ഹൈദരാബാദിലേക്ക് ഒരു കുക്കിംഗ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുവാൻ കാറിൽ യാത്ര ചെയ്യുകയാണ്. അതാണ് സിനിമയുടെ തുടക്കം. ഈ യാത്രക്കിടയിൽ അബി എന്ന് പറയുന്ന യുവാവിനെ അവർ പരിചയപ്പെടുന്നു. ഈ യാത്ര അവരെ ഒരു സ്ഫോടനത്തിൽ നിന്നും വലിയൊരു അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുത്തുകയാണ്. തുടർന്ന് താൻ രക്ഷപ്പെടാൻ കാരണക്കാരായിട്ടുള്ള ഓരോ വ്യക്തികളുടെയും കണ്ടെത്തി അവർക്ക് നന്ദി പറയാൻ സീത തീരുമാനിക്കുന്നു. ഈ നന്ദി പ്രകടന യാത്രയിൽ അവരുടെ ജീവിത വീക്ഷണം മൊത്തത്തിൽ മാറി മറിയുകയാണ്. ഇതാണ് ഇതിൻ്റെ പ്രധാനമായ പ്ലോട്ട്. സിനിമയുടെ ടാഗ് ലൈൻ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രണയത്തിൻ്റെയും നന്ദിയുടെയും ഒരു യാത്ര. യഥാർത്ഥ ജീവിതത്തിൽ മനുഷ്യ മൂല്യങ്ങളെയും നന്ദി എന്ന് പറയുന്ന വികാരത്തെയും ആസ്പദമാക്കിയാണ് അർജുൻ സർജ ഈ കഥ വികസിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ചെറിയ ഇടപെടലുകൾ പോലും എത്രത്തോളം മാറ്റങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു വലിയ സന്ദേശം കൂടി ഈ സിനിമ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഏതായിരുന്നാലും ഈ സിനിമയുടെ ആക്ടിങ് നോക്കുമ്പോൾ നായിക ഐശ്വര്യ അർജുൻ തൻ്റെ ആദ്യ ചിത്രമാണെന്നുള്ള ഒരു ഫീൽ ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ നല്ല പക്വതയുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചു എന്ന് തന്നെ പറയാം. സൂക്ഷ്മമായ ഒരുപാട് ഇമോഷൻസ് രംഗങ്ങൾ, ഇടലൻ ഡാൻസ് ആയിരുന്നു, വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചു. പിന്നെ നിരഞ്ജൻ ആ കഥാപാത്രവും നല്ല ഗംഭീരമായിട്ട് സ്വാഭാവികമായിട്ട് ഉള്ള ഒരു അഭിനയം ഉണ്ടായി. പിന്നെ സത്യരാജ്, പ്രകാശ് രാജ് അവരൊക്കെ ഒരു സീനിയർ ആർട്ടിസ്റ്റാണ് എന്നുള്ള നിലയ്ക്കും അവരുടെ പെർഫോമൻസും വളരെ ഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കീ മൂമെൻറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അർജുൻ സർജയുടെ ലിയോ ലുക്കിലുള്ള മാസ് എൻട്രി, അതോടൊപ്പം തന്നെ ധ്രുവ് സർജയുടെ ആക്ഷൻ രംഗങ്ങളും സൂപ്പറായിട്ടുണ്ട്. സിനിമയുടെ ആകർഷണം തന്നെ ഇത് തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ആ ആക്ഷൻ രംഗങ്ങളൊക്കെ വളരെയധികം സ്റ്റോറിയുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആണ്. പിന്നെ ആ വർക്ക്ഷോപ്പിൻ്റെ ഒരു വിസ്ഫോടനം സൂപ്പറായിരുന്നു. ഒരുപക്ഷെ പണത്തിന് പുറകെ പോകുന്നതിനേക്കാൾ ജീവിതത്തിലെ ചെറിയ നിമിഷങ്ങളെയും ബന്ധങ്ങളെയും സ്നേഹിക്കണമെന്ന് പറയുന്ന ഒരു വലിയ സന്ദേശം ഈ സിനിമ നൽകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. വെറുതെ ഒരു ട്രാവൽ മൂവിയായിട്ട് തുടങ്ങിയിട്ട് പിന്നെ മൊത്തത്തിൽ സിനിമ അങ്ങ് ഇൻ്റർവെല് കഴിഞ്ഞ ശേഷം മൊത്തത്തിൽ അങ്ങ് മാറുകയാണ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് BG എന്നൊക്കെ നോക്കുമ്പോൾ സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത് പിന്നെ അനൂപ് റൂബൻസിൻ്റെ സംഗീതം തന്നെയാണ്. സിനിമയുടെ ആത്മാവായി പശ്ചാത്തല സംഗീതം ഒരു വലിയ ഒരു ഇമോഷണലി പിക്ക്, അതോടൊപ്പം തന്നെ ഈ യാത്രയുടെ ആവേശത്തെയും കൃത്യമായിട്ടും നമ്മളിലേക്ക് എത്തിക്കുന്നതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ ശ്രേയ ഘോഷൽ പാടിയ ആദ്യത്തെ പാട്ട്, പിന്നെ ധീര ധീര പാട്ട്, ജാസിഫ്റ്റ് പാടിയ പാട്ട് ഉൾപ്പെടെയുള്ള നല്ല കേൾക്കാൻ സുഖമുള്ള നല്ല നിലവാരമുള്ള കുറേ പാട്ടുകളുമുണ്ട്. ആ പാട്ടുകളൊക്കെ കഥയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ മെലേഡിയൻ ഒരു സ്റ്റൈലിൽ നന്നായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സിനിമാഗ്രാഫിക്കും അതോടൊപ്പം വിഷ്വൽസും നോക്കുമ്പോൾ ഒരു റോഡ് ട്രിപ്പ് മൂവി എന്നുള്ള നിലയിൽ ദൃശ്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ വർക്ക് എന്ന് പറയുമ്പോൾ ലോങ് ഷോട്ട്, വൈൽഡായിട്ടുള്ള ഷോട്ടുകളൊക്കെ ഒരുപാടുണ്ട്. ആ ഹൈദരാബാദ് മുതൽ മധുര വരെയുള്ള യാത്രയ്ക്കിടയിൽ നല്ല പ്രകൃതി ഭംഗി, വളരെ മനോഹരമായിട്ടുള്ള കുറേ ഷോട്ടുകൾ ക്യാമറ പകർത്തി വെച്ചിട്ടുണ്ട്. ആ ഒരു യാത്രയുടെ ഫീല് നമുക്ക് നൽകുന്നതിൽ സിനിമാഗ്രാഫി നന്നായിട്ട് തന്നെ വിജയിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ യഥാർത്ഥ ലൊക്കേഷനും സെറ്റുകളും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ നല്ല രീതിയിൽ ഫ്രെയിമിങ് ഈ ചിത്രത്തിലുണ്ട്. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ കൂടി പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ അർജുൻ സർജ എന്ന് പറയുന്ന ഒരു സംവിധായകൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ആക്ഷൻ സാധനമാണല്ലോ പ്രതീക്ഷിക്കുക. പക്ഷേ ആക്ഷൻ രംഗങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ
കഥാപാത്രങ്ങളുടെ ഒരുപാട് ഇമോഷൻസിനെ നന്നായിട്ട് തന്നെ അദ്ദേഹം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു 95% അദ്ദേഹം സംവിധാനത്തിൽ വളരെ കഥയിൽ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെയാണ് അതിൻ്റെ തിരക്കഥ. ആദ്യ പകുതിയിൽ വളരെ സ്ലോ ആണ്, ഇത്തിരി എൻഗേജ്ഡ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ രണ്ടാം പകുതിയിൽ സ്ക്രീൻ പ്ലേ സ്വല്പം എനിക്ക് സ്ലോ ആയിട്ട് തോന്നിയെങ്കിൽ പോലും ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ് എനിക്ക് തോന്നുന്ന പിന്നെ ഈ ഡോൾബി എന്ന് പറയുമ്പോൾ ചിത്രത്തിലെ ആ ഒരു സ്ഫോടനം ഒരു രക്ഷയില്ലാത്ത സാധനം. പിന്നെ ആക്ഷൻ രംഗങ്ങൾ, അതിനു വേണ്ടിയുള്ള ശബ്ദം വളരെ മികച്ചതാണ്. തിയേറ്ററിൽ ഒരു വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സൗണ്ട് ഡിസൈനിങ് സഹായിക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ, പിന്നെ സ്ഫോടനം മാത്രമല്ല, ഈ വണ്ടി പോകുന്ന ആ ഒരു കുറേ സാധനങ്ങൾ, കുറേ നല്ല സാധനം ഇതിലുണ്ട്. പിന്നെ അതിൻ്റെ ഒരു തിരക്കഥ തന്നെയാണ് ഇതിൻ്റെ സ്ട്രോങ്നെസ് എന്ന് പറയാൻ പറ്റും. പിന്നെ ഒരിക്കലും നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെറിയ ഇഴച്ചിൽ ഉണ്ടാകുന്നെങ്കിൽ പോലും അത് ഒരിക്കലും സിനിമ കണ്ട് പൂർത്തിയാകുമ്പോൾ നമുക്കൊരു അത് ഇഴച്ചിലായിട്ട് ഒരിക്കലും തോന്നുന്നില്ല. പിന്നെ സിനിമയുടെ VFXലെ ചില സ്ഥലങ്ങളിൽ അത്ര പിന്നെ ഒരു ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതിൻ്റെ ചില സ്ഥലങ്ങളിൽ ഒരു കൃത്രിമത്വം തോന്നിയിട്ടുണ്ട്. ചില ഇതെന്ന് പറയുമ്പോൾ കുറച്ച് പശുവിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായതിൽ, അപ്പോൾ അതിൽ ഇത്തിരി പിന്നെ ഒരു സുഖം തോന്നിയില്ല. പിന്നെ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ രണ്ടാം പകുതിയിലെ ചില രംഗങ്ങളിൽ, ക്ലൈമാക്സിലെ ഒരു ഗാനവും ഒക്കെ ഒരുപാട് ഗാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആ പാട്ടുകളുടെ എണ്ണം കുറയ്ക്കാമായിരുന്നു. പിന്നെ ഡബ്ബിങ് ഇവരുടെ ലിപ്പുമായിട്ട് വളരെ മാച്ചാകാത്ത രീതിയിൽ പലയിടത്തും എനിക്ക് തോന്നി. പിന്നെ അതോടൊപ്പം തന്നെ ഈ സിനിമയിൽ തന്നെ ഒരുപാട് സീതമാർ വന്നു പോകുന്നുണ്ട്. അതായത് നായികയുടെ പേരും സീത, അതോടൊപ്പം തന്നെ ഒരു സ്ഥലത്തിൻ്റെ പേരും സീത എന്നതാണ്. പിന്നെ അർജുൻ്റെ കൊച്ചിൻ്റെ പേരും സീത. അങ്ങനെ 2-3 സീതമാരുണ്ട്. പിന്നെ ഇതിൻ്റെ ആക്ഷൻ രംഗങ്ങളിൽ എന്തിനോ വേണ്ടി ഉള്ളൊരു ആക്ഷന് വേണ്ടി മാത്രമായിട്ട് ഒരു അതിഥി താരം വന്നു പോകുന്നുണ്ട്. അതിൻ്റെ ആക്ഷൻ രംഗം ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പശുവിനെ രക്ഷിക്കുന്ന ആ ഒരു സാധനം, അതോടൊപ്പം തന്നെ ആപ്പിൾ വിൽക്കുന്ന കൊച്ചിൻ്റെ അതിൻ്റെ ഒരു ആക്ഷൻ സീക്വൻസ്, അതൊക്കെ ആവശ്യമുള്ളതാണോ എന്ന് ചോദിച്ചാൽ അതോടൊപ്പം തന്നെ മുയലിൻ്റെ ആക്ഷൻ സീക്വൻസ്, അങ്ങനെ കുറച്ച് ആക്ഷൻ സീക്വൻസുകളൊക്കെ പിന്നെ ആവശ്യമില്ലാതെ വന്നു പോകുന്നുണ്ട്. പിന്നെ പാട്ടും എന്തായിരുന്നാലും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കൂടി കട്ട് ചെയ്ത് കളഞ്ഞിരുന്നുവെങ്കിൽ സിനിമ സ്വല്പം കൂടി നല്ല ഇമോഷണലി നല്ലൊരു കിടിലം പ്രണയകഥയായി മാറുമായിരുന്നു എന്നുള്ളതാണ്. ഇതിനിടയിൽ ആവശ്യമില്ലാത്ത ചില സാധനങ്ങൾ കൂടി ഇതിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇതൊരു ഇമോഷണൽ ഫാമിലി ഡ്രാമ ലവ് സ്റ്റോറി ആണ്. അതിൽ ഫാമിലിക്ക് പിന്നെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പിന്നെ ലവ് സ്റ്റോറിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതായിരുന്നു. കാരണം അവസാനത്തെ ആ ഒരു അരമണിക്കൂറാണ് ശരിക്കും പറഞ്ഞാൽ ലവ് സ്റ്റോറി ആയിട്ട് തന്നെ മാറുന്നത്. അത് ആ ഒരു ഇമോഷണൽ തോട്ട് വച്ചുകൊണ്ട് തന്നെയായിരുന്നു ആ ട്രാവൽ നടത്തിയത്. പക്ഷേ ഇതിനിടയിൽ പല സാധനങ്ങളും വന്ന് കയറുന്നുണ്ട്. യാത്രയിൽ അവരുടെ യാത്രയിൽ പലരും വഴിയിൽ വന്ന് കാണുന്നു. അതിൻ്റെ ആ സീനുകളുടെ റിപ്പിറ്റേഷൻ വരുന്നതും അതൊക്കെ ഒരു ലാഗ് ഫീൽ ചെയ്യാൻ കാരണമായിട്ടുണ്ട്. മൊത്തത്തിൽ അനാവശ്യമായ വയലൻസോ പിന്നെ മറ്റു സാധനങ്ങളോ അഡൽട്ട് കണ്ടന്റോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സീതാപയനം കുടുംബത്തോടൊപ്പം തന്നെ കാണാൻ സാധിക്കുന്ന ഒരു നല്ല ഒരു പ്രണയ കഥ ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. പ്രണയത്തിന് ഒരിക്കലും നിശബ്ദത ഒരു പരിഹാരമല്ല എന്നാണ് ഈ സിനിമ തന്നെ പറയുന്നത്. പ്രണയം തുറന്നു പറയേണ്ടതാണ്. പ്രണയം എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും അതോടൊപ്പം തന്നെ മനസ്സിലാക്കലും കൂടെയാണ് എന്നൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായിരുന്നാലും സിനിമ കാണുന്നത് നഷ്ടമല്ല. ഒരുപാട് നല്ല ഡയലോഗുകളുണ്ട്. ഇമോഷണൽ ടച്ച് ആക്കുന്ന കുറേ ഡയലോഗുകളുണ്ട്. അത് ഫാമിലി ആയിരുന്നാലും ലവേഴ്സിനായിരുന്നാലും ആ ഒരു കുറേ നല്ല ഡയലോഗുകളും ഇതിലുണ്ട്. എന്തായിരുന്നാലും ഈ സിനിമ കാണുന്നത് നഷ്ടമാവില്ല. ആവശ്യമില്ലാത്ത പാട്ടുകളും ലാഗും ഒഴിവാക്കിയാൽ ഈ സിനിമ കിടിലം ഒരു ലവ് സ്റ്റോറിയാണ്. ഓക്കെ, താങ്ക് യു.